ഹലോ ഹലോ, എന്താ ചേച്ചി എന്നെ മനസ്സിലായാ? മനസ്സിലായി, ദാമല്ലേ? കുറച്ച് സാധനം കൊണ്ടുപോയ പൈസ ആണായിരുന്നല്ലോ ഇപ്പൊ ഇടാ. എന്റെ മോള് പെറ്റു, അതറിഞ്ഞിട്ടതാ മോനെ. നിങ്ങളെ മോളെ പെറ്റു, പക്ഷെ ഞാനിവിടെ പെട്ടുപോയല്ലോപ്പാ. നിങ്ങളെ മോളെ പെണ്ണ് കാണാൻ വരുന്ന സമയത്തെ കൊണ്ടുപോയ സാധനത്തിന്റെ പൈസ ആണായിരുന്നു. അല്ല, അതിപ്പോ ഇനി കുഞ്ഞി കുറച്ച് വലുതായിട്ട് അംഗനവാടിക്കെല്ലാം പറഞ്ഞയച്ചിട്ട് ഞാൻ തൊഴിലുറപ്പിന്റെ പണിക്കെല്ലാം പോയിട്ട് തരാന്ന്. അത് കിട്ടാൻ പോകുന്ന പൈസ ഒന്നും അല്ല ഇനി. കട്ടാക്കിയ എന്താ മോളെ? 10 മുട്ടയും ഒരു പാക്കറ്റ് ചക്കയും ഒരു ഹോർലിക്സും വേണമല്ലോ. കുഞ്ഞിക്ക് വേണ്ട സാധനം കൊടുക്ക്. ഇതും കട വന്നു തോന്നുന്നു. 10 മുട്ട, ചക്കിളി, ഹോർലിക്സ്. ഇതാ പൈസ മോളെ നാളെ തരും. എന്നോട് നീ ഇന്നലെയും പറഞ്ഞേ. അത് ഇതും കൂടി നാളെ തരാം. നമുക്ക് പറയാനല്ലേ പറ്റൂ, തരാൻ പറ്റില്ല. പിന്നില്ലേ, ഇന്നലെ ഞാൻ 5 റുപ്യ തന്നിട്ട് 4 റുപ്യയുടെ മുട്ടായി മേടിച്ചു. അതിൽ 1 റുപ്യ എനിക്ക് തിരിച്ചു തന്നിട്ടാ. അത് എനിക്ക് ഇപ്പൊ അല്ലാത്ത ജാതി. എന്താ പണി? വരുന്നുണ്ട് മാരണം. കൈമ പൈസ ഉണ്ടോ? പൈസ ഉണ്ടെങ്കിലേ സാധനം തരാൻ പറ്റും. പൈസ സൂപ്പർ മാർക്കറ്റ് പോയാലേ ഞാൻ എന്തിവിടെ കടം കൊടുക്കാനിരിക്കില്ല. തന്നിരാ മോട്ടാ, പട്ടിണി തന്നറ്. പൈസ ഇല്ലായിട്ടല്ലേ ഓൾക്ക് പട്ടിണിയാവട്ടാ, തന്നറ്. നിന്നെ കാണാൻ എന്ത് സുന്ദരൻ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. ഒരു ഗ്ലാസ് ഗ്ലാസ് ഒന്നുമില്ല, പോയാൽ മോട്ടാ. കള്ളുടിക്കാൻ പൈസ ഉണ്ടല്ലോ. ബീവറേജ് കടം കിട്ടിയില്ല മോട്ടാ. എന്തിനിപ്പോ മംഗള കഴിച്ചിന്? ഓളി മക്കള് പട്ടിണി എടുത്തേനാ? അതുകൊണ്ടല്ലേ കൂടി ഞാൻ സാധനത്തിന് ചോദിച്ചത്. നിങ്ങൾക്ക് കടം തരില്ല അല്ലേ? കടം ഞാൻ നിനക്ക് തരില്ല. ഞാൻ എന്റെ ഒട്ട് ബീവറേജ് കടം കൊടുക്കുന്നത് പറഞ്ഞിട്ട് മാത്രം. എന്താ അച്ചാർ? ഈ ലഗേജ് റിക്ഷ കയറ്റി വിടണം. ഇതിന്റെ കൂടെ ഒരു സാധനം ആക്കണം. ഡബിള് നഷ്ടം എന്റെ ഭഗവാനെ. താമോട്ടാ, എന്റെ സാവിത്രി, എനിക്കൊരു ഒട്ട് ഉപ്പ് വേണമായിരുന്നു. നാളെ എന്റെ മോളെ പറഞ്ഞാള് കാസർഗോഡ് സാധനം എല്ലാം മേടിച്ചിനി. ഉപ്പ് മേടിക്കാൻ മറന്നുപോയിന്ന്. അപ്പൊ സാധനത്തിന് നമ്മളെ വീട്ടിലുണ്ടായിട്ടേ കാസർഗോഡ് മേടിച്ചിട്ടുണ്ടേ. ഇവിടെ പിന്നെ എല്ലാ സാധനവും കിട്ടിയില്ലല്ലോപ്പാ. കാസർഗോഡ് ആകുമ്പോ എല്ലാ സാധനവും കിട്ടുമല്ലോ. നിനക്ക് കടം കൊണ്ടുപോകുമ്പോ എന്റെ പീടികത്തെ സാധനം വേണം. നീ ഇപ്പൊ തന്നെ എനിക്ക് 10-12,000 റുപ്യ എടുത്ത് തരാനുണ്ട്. ഒരു സാധനം എന്റെ പീടികയിലില്ല. അത് ഇന്ന് നാളെ ആയിട്ട് നീ ആ 12,000 റുപ്യ എനിക്ക് തരണം. നിങ്ങൾ അധികം ഒന്നും പറയണ്ട. ഞാൻ നിങ്ങൾക്ക് ഇത്ര പൈസയൊന്നും തരാനൊന്നും വേണ്ട. അധികം പറഞ്ഞാണ്ടല്ലോ, നിങ്ങൾക്കെതിരെ ഞാൻ മാനസികമായി പീഡിപ്പിച്ചതിന് കേസ് കൊടുക്കും. എന്റെ കണക്ക് എനിക്ക് നിങ്ങൾ കള്ളക്കണക്കൊന്നും വേണ്ട. എന്റെ പേരിൽ കേസൊന്നും കൊടുക്കുന്നുണ്ട്. എനിക്ക് തേട്ട് കൊടുത്ത വകയില് എന്റെ മോളില് കേസ് കൊടുക്കും. അപ്പാ എന്തേ നീ പറഞ്ഞ? ഒന്നുമില്ലപ്പാ, ഞാൻ ഒന്നും പറഞ്ഞിട്ട. എനിക്ക് നിങ്ങളെ ഉപ്പും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പോകുന്നു. നമസ്കാരം. സാധനത്തിന്റെ ലോഡ് വന്നിട്ടുണ്ട്. അപ്പോ നേരത്തെ കുറച്ച് പൈസയാണല്ലോ, 2,60,000 റുപ്യ. അപ്പൊ അതിന്റെ പകുതിയും തരാണ്ട് സാധനം ഇറക്കേണ്ടതാണ് മുതലാളി പറഞ്ഞിട്ടുള്ളത്. 2 ലക്ഷം പോയിട്ട് 2 റുപ്യ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലല്ലോ ഇപ്പൊ ഉള്ളത്. ഇപ്പോ കടം കൊണ്ടുപോയവരൊന്നും ആരും തിരിച്ചു തരുന്നില്ല. നേരത്തെ ഒരു പെണ്ണുങ്ങളോട് പൈസക്ക് ചോദിക്കുമ്പോൾ പറയുന്ന മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു. ഞാൻ പണിക്കാരനല്ലേ താമോട്ടാ, എനിക്ക് മുതലാളി പറഞ്ഞാലേ ചെയ്യാൻ പറ്റുമോ? ശരി ആവട്ടെ, എന്നാല് പിന്നെ എടുക്കാം.